ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ നമ്മുടെ കാട്ടിത്തെ കിളികൂടിൻ്റെ നാളത്തെ കുറച്ച് പുതിയ വിശേഷങ്ങളൊക്കെ കേട്ടാലോ? നമ്മുടെ നിധിയുടെയും സുധീഷിൻ്റെയും പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമല്ലേ? അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കേൾക്കുന്നതിനോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിക്കാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങൾ മറക്കരുതേ. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ വെച്ചോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നാളത്തെ വിശേഷത്തിലോട്ട് പോയാലോ? അങ്ങനെ നമ്മുടെ സുധീഷും ഹരീഷും കൂടെ ചേർന്ന് പുതിയൊരു ജ്യോത്സ്യനെ പോയി കണ്ട് നമ്മുടെ സുഭാഷിന് വേണ്ടിയിട്ട് പുതിയൊരു ജാതകം കുറിക്കുകയാണ്. അപ്പോൾ അയാൾ ഇച്ചിരി ഡിമാൻഡും കാര്യങ്ങളൊക്കെ ഉള്ള ആൾ തന്നെയാണ്. അതെ, ജാതകമൊക്കെ എഴുതി. അപ്പോൾ എത്ര രൂപയാണെന്ന് സുധീഷ് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഒരു 2000 രൂപ തന്നേക്കോ. അപ്പോഴേക്ക് സുധീഷ് പറഞ്ഞു 2000 രൂപയോ? ഇതെന്താ ജോത്സ്യരെ, ഒരു ഇച്ചിരിയൊക്കെ ഒരു ഇതായിട്ടുള്ള വില അല്ല പൈസ പറയണ്ടേ? അപ്പോൾ പറയും ഒരു കാര്യം ചെയ്തോളൂ, ആ ജാതകം എങ്കിൽ തന്നേക്കും, എനിക്കൊരു നിർബന്ധമില്ല, നിങ്ങൾ വേറെ എവിടെയെങ്കിലും പൈസ കുറഞ്ഞ സ്ഥലത്ത് പോയി എഴുതിക്കുന്നവർ. അയ്യോ ജോത്സ്യരെ അങ്ങനെ പറയില്ലേ. അങ്ങനെ സുധീഷ് നമ്മുടെ ഹരീഷ് പൈസ കൊടുത്തനുസരിച്ച് എണ്ണി മനസ്സില്ലാ മനസ്സോടെ ആ ജോത്സ്യരങ്ങ് ഏൽപ്പിക്കാൻ കേട്ടോ. അങ്ങനെ എന്തായാലും ജാതകം കൂടിയേ തീരും. കാരണം ഒരു നല്ല ആലോചനയാണ് ഇപ്പോൾ സുഭാഷിന് വന്നിരിക്കുന്നത്. അപ്പം ആ പെണ്ണിൻ്റെ വീട്ടുകാർക്ക് ഇത്തിരി ജ്യോതിഷപരമായിട്ടൊക്കെ നന്നായിട്ട് രാഹുവും കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു കുടുംബക്കാരാണ്. അതുകൊണ്ട് ജാതകം തീർച്ചയായിട്ടും കൂടിയേ തീരൂ. അങ്ങനെ ആ ജാതകവുമായിട്ട് നമ്മുടെ സുധീഷും ഹരീഷും കൂടെ വീട്ടിലെത്തേനെ കേട്ടോ. അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് സുഭാഷിനോട് ഈ കാര്യങ്ങളൊന്നും പറയില്ല. അങ്ങനെ നികേഷും ഹരീഷും സുഭാഷും നിധിയും എല്ലാവരും കൂടെ ചേർന്നിട്ട് വീടൊക്കെ വൃത്തിയാക്കലും ഒതുക്കിപ്പിറക്കലും ഒക്കെയാണ്. കാരണം പെൺവീട്ടുകാർ ഇങ്ങോട്ടേക്ക് ചെറുക്കൻ്റെ വീട് കാണാനായിട്ട് വരുന്നുണ്ട്, ചെറുക്കനെയും കൂട്ടരെയൊക്കെ കാണാനായിട്ട് വരികയാണ്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ക്ലീനിങ്ങാണ്. അപ്പോൾ സുഭാഷ് പണിക്ക് പോയിക്കാണ്. അപ്പം നമ്മുടെ ഭാസ്കരൻ അത് ഇങ്ങനെ വന്ന സമയത്ത് ഭാസ്കരൻ നോക്കുമ്പോൾ പതിവില്ലാണ്ടൊരു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഭാസ്കരൻ ചോദിച്ചു, അല്ല ഇതെന്താ ഇങ്ങനെ പെട്ടെന്നൊരു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ? അപ്പോഴേക്കും നമ്മുടെ സുധീഷ് എന്നിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നച്ച ദേ സമയത്ത് ഇവിടെ നിൽക്ക്, ആ സുഭാഷ് ഏട്ടനെ കാണാൻ വേണ്ടി ഒരു പെൺവീട്ടുകാർ വരുന്നുണ്ട്, അവരെ ഒന്ന് സമയത്ത് ഉള്ളപ്പോൾ ഇവിടെ ഒന്ന് ഇരുന്ന് അവരുടെ അടുത്തൊന്ന് സംസാരിക്കാനായിട്ട് നിൽക്കുക. അവർ കല്യാണോ? എന്താ ഈ കേൾക്കണേ? ഭാസ്കരൻ ഒരു ചിരി. ഇത് കേട്ടപ്പോൾ ഹരീഷിന് അങ്ങോട്ട് ദേഷ്യം വരുന്നു. ദേ ഒരച്ഛൻ്റെ സ്ഥാനത്ത് നിൽക്കണം മനുഷ്യനാ, അങ്ങേർക്ക് ആ ഒരു ബോധവും ഇല്ല, ചിന്തയില്ല, ഒന്നുമില്ല. ബാക്കിയുള്ളവൻ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ഒരു നല്ല ആലോചന കൊണ്ടുവരുമ്പോൾ ഇടങ്കോലിടാൻ നിൽക്കരുത് എന്നും പറഞ്ഞ് ഹരീഷ് അങ്ങോട്ട് തട്ടിക്കയറാണ്. ആണ് ഞാനിപ്പോൾ എന്ത് ചെയ്തു? അവൻ്റെ കല്യാണം നടക്കാത്ത എൻ്റെ കുറ്റം കൊണ്ടാണോ എന്നും പറഞ്ഞ് ഭാസ്കരൻ ഒന്ന് ചാടാൻ കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ നിധി അങ്ങോട്ട് ചെല്ലണതേ എല്ലാണും മിണ്ടാതിരുന്നോണം, ഇവിടെ ഒരു നല്ല കാര്യം നടക്കാൻ പോവുകയാണ്. അപ്പോഴേക്കും ഭാസ്കരൻ പറഞ്ഞു, ഓ ശരി മേഡം, ദേ അച്ഛൻ അവർ വരുമ്പോൾ ഇവിടെ ഉണ്ടായിരിക്കണം, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നിധി അകത്ത് കയറി പോവുകയാണ്. ഉത്തരവ് മേഡം എന്ന് പറഞ്ഞു ഭാസ്കരൻ. ശരി, ഇനി എൻ്റെ ഒരു കുറവ് വേണ്ടാന്ന് കരുതിയിട്ട് ഭാസ്കരൻ അതിലേക്ക് വേണ്ടിയിട്ട് തയ്യാറായിട്ട് നിൽക്കാൻ കേട്ടോ. അപ്പോഴേക്കും എല്ലാ ഒരുക്കങ്ങളും ഒതുക്കലും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഹരീഷ് ചെന്നിട്ട് പറഞ്ഞു, ഞാൻ പോയി സുഭാഷ് എന്നെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പെൺവീട്ടുകാർ വരുമ്പോൾ കൊടുക്കാനുള്ള കാര്യങ്ങളും ബേക്കറി എല്ലാം റെഡിയാക്കി അവർ വെക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ സുഭാഷ് വർക്ക് സൈറ്റിൽ ഭയങ്കര ധൃതിയിലുള്ള പണിയാണ്. അപ്പോൾ ഹരീഷ് ചെന്നിട്ട് പറഞ്ഞു, സുഭാഷ് ചേട്ടാ ഒന്ന് വീട് വരെ വരാൻ പറയാം. അപ്പോൾ സുഭാഷ് ചോദിക്കും, എന്താടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതൊന്നുമല്ല, ഒന്ന് വായേട്ടാന്ന് പറഞ്ഞിട്ട് ഹരീഷ് വണ്ടി കയറ്റി സുഭാഷിനെ കൊണ്ട് വരെയാണ്. അപ്പോൾ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ സുഭാഷ് ഓടി അകത്ത് വരെയാണ്. വന്നിട്ട് ചോദിക്കണം, അല്ല ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്നെ പെട്ടെന്ന് ഹരീഷ് വീട്ടിലോട്ട് വരണമെന്നും പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ട് വന്നതാണ്. അപ്പോഴേക്കും നമ്മുടെ നിധി ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് ചെല്ലുകയാണ്. അതെ, ഇവിടെ വലിയ ടെൻഷനുള്ള കാര്യങ്ങളൊന്നുമില്ല. ഒരു പെൺവീട്ടുകാർ സുഭാഷ് ചേട്ടനെ കാണാൻ വേണ്ടി ഇപ്പം വരുന്നുണ്ട്. ഓ അതാണോ? ഇപ്പം എന്തിനാടി മോളെ അതൊക്കെ? അതിൻ്റെ ആവശ്യമുണ്ടോ? ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, സുഭാഷ് ചേട്ടന് ആവശ്യമില്ലെങ്കിലും ഞങ്ങൾക്ക് ആവശ്യമുണ്ടേ, അതുകൊണ്ടാണെന്ന് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴേക്കും പിന്നെ സുഭാഷ് ഇനി എന്താ പറയണേ, ഇവിടെ അതിനുള്ള ഒരുക്കങ്ങളും വൃത്തിയാക്കലും ഒക്കെ റെഡിയായി, എല്ലാം ശരിയായി. അപ്പോഴേക്കും നിധി പറഞ്ഞു, അതെ സുഭാഷ് ചേട്ടൻ പോയി കൈയും കാലൊക്കെ കഴുകിയൊന്ന് ഫ്രഷ് ആയിട്ട് വന്നേ. അപ്പോഴേക്കും നികേഷ് പറഞ്ഞു, അതെ ഒന്ന് ഫ്രഷ് ആയിട്ട് വേഗം വന്നോ, മേക്കപ്പും കാര്യങ്ങളൊക്കെ ഈ നികേഷ് ചെയ്തോളാം, ശരി ടച്ചപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ പണ്ടേ മിടുക്കനാണല്ലോ എന്ന് പറഞ്ഞ് നികേഷ് സുഭാഷിനെയും കൊണ്ട് പോവാണ്. അങ്ങനെ സുഭാഷ് ഫ്രഷായി പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ ഇട്ട് അത്യാവശ്യം ടച്ചിങ് ഒക്കെ മുഖത്ത് ഫേസിലൊക്കെ ടച്ചൊക്കെ ചെയ്ത് നല്ല സെറ്റപ്പായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയം അവരെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും ഒരു കാറ് വരെയണേ. കാറ് വന്ന് കിളിക്കൂട്ടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിന്ന് കഴിഞ്ഞിട്ട് ആരും കാറിൽ നിന്ന് ഇറങ്ങില്ല. അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു, ഞാൻ പോയി ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, അയ്യേ സുഭാഷ് ഏട്ടൻ ചെറുക്കനാ, സുഭാഷ് ഏട്ടൻ പോയി നോക്കണ്ട, ഞങ്ങളിവിടെ ഉണ്ട് ഉത്തരവാദിത്തപ്പെട്ടവരെന്ന് പറഞ്ഞിട്ട് സുധീഷ് പോയി നോക്കിയാണ്. അപ്പം ബ്രോക്കർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം സുധീഷ് ചെന്നിട്ട് ഡോർ ഇങ്ങനെ ഡോറിൻ്റെ വണ്ടിയുടെ ഗ്ലാസ്സിൽ മുട്ടിയിട്ട് പറഞ്ഞു, അല്ല നിങ്ങൾ ഇറങ്ങുന്നില്ലേ, ഇത് തന്നെ വീടെന്ന് പറഞ്ഞു.
മോനെ അത് വേറൊന്നുമല്ല, ഒരു 5 മിനിറ്റും കൂടെ രാഹു കഴിയാനുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. രാഹുകാലം കഴിയട്ടെ എന്ന് പറഞ്ഞു. ഓ അങ്ങനെ. അപ്പോഴേക്കും സുധീഷ് തിരിച്ച് എവിടെ വന്നിട്ട് പറഞ്ഞു, അതെ അവർ ഭയങ്കര രാഹുകാലമൊക്കെ നോക്കുന്നവരാ, 5 മിനിറ്റും കൂടെ എന്തോ രാഹുകാലം ഉണ്ട്, അപ്പോൾ അത് കഴിഞ്ഞ് അവർ ഇറങ്ങുള്ളൂ. അപ്പോഴേക്കും 5 മിനിറ്റ് കഴിഞ്ഞ് അവർ ഇറങ്ങി. അങ്ങനെ അവരെല്ലാവരും അകത്തേക്ക് ഇരിക്കാനൊക്കെ പറഞ്ഞു. അപ്പോൾ പെൺകുട്ടിയുടെ അച്ഛനും ബാക്കി അമ്മാവന്മാരും ആരൊക്കെയുണ്ട്, ബ്രോക്കറുണ്ട്, അവർ വന്നപ്പോൾ ഒരു ജോത്സ്യനെ കൂടെ കൂട്ടിക്കൊണ്ടാണ് വന്നിരിക്കുന്നത്. കാരണം ജാതകം നോക്കി അതിൽ ഓക്കെ ആണെങ്കിൽ മാത്രമേ പെണ്ണും ചെറുക്കനും തമ്മിൽ കാണത്തുള്ളൂ, അതാണ് അവരുടെ രീതി. അപ്പോൾ ആ പെൺകുട്ടിയുടെ അച്ഛൻ പറഞ്ഞു, അതെ മോക്ക് ഒരുപാട് ആലോചനകളും കാര്യങ്ങളൊക്കെ വന്നു, നമുക്ക് വീടോ പയ്യൻ്റെ ജോലിയൊന്നും പ്രശ്നമല്ല, നല്ല തരക്കേടില്ലാത്തൊരു പയ്യന് നല്ലൊരു കുടുംബമായിരുന്നാൽ മാത്രം മതി, വേറെ ഡിമാൻഡൊന്നുമില്ല. പക്ഷേ മോക്ക് ജാതകം അങ്ങോട്ട് ഒത്തിണങ്ങി വന്നില്ല, അതുകൊണ്ടാണ് കല്യാണം ഇങ്ങനെ നീണ്ടു നീണ്ടു പോണത് എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ചെറുക്കനെ കണ്ടു, പരിചയപ്പെട്ടു, സംസാരിച്ചു. ഇനി ചെറുക്കൻ്റെ ജാതകം ഒന്ന് കൊണ്ടുവരാമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ സുധീഷ് നല്ല അടിപൊളിയായിട്ട് ജാതകമൊക്കെ എഴുതി, ഏത് നാളുകാർക്കും ചേരണ രീതിക്കുള്ള ജാതകമാണ് നമ്മുടെ സുധീഷും ഹരീഷും കൂടെ പോയി ജോത്സ്യനെ കൊണ്ട് എഴുതിച്ച് വെച്ചേക്കണത്. അങ്ങനെ ഭാസ്കരനൊക്കെ ഉണ്ട്, എല്ലാവരും അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അവർക്ക് കുടിക്കാൻ ചായയും മറ്റു കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ജാതകം പോയി സുധീഷ് എടുത്തുകൊണ്ട് വന്ന് കൊടുക്കുകയാണ്. അങ്ങനെ ജോത്സ്യൻ കവടിയൊക്കെ നിരത്തി പൊരുത്തമൊക്കെ നോക്കുകയാണ്. നോക്കുമ്പോൾ ജോത്സ്യരൊന്ന് അന്താളിക്കുകയാണ്. എന്നിട്ട് ജോത്സ്യർ പെട്ടെന്ന് തന്നെ പറയണ, അതെ വേറൊന്നുമല്ല, ഈ ജാതകപ്രകാരമുള്ള പയ്യൻ്റെ, അതായത് ഈ ജാതകക്കാരന് ഈ നാട്ടിലുള്ള പെൺകുട്ടിയായിട്ട് ചേരില്ല, അവർ തമ്മിൽ ഒരു പൊരുത്തം അങ്ങോട്ട് ഒത്തിണങ്ങി വരുന്നില്ല എന്ന് പറയും. അത് കേൾക്കുമ്പോൾ സുധീഷ് അന്താളിക്കണം, ആ ജോത്സ്യർ 2000 രൂപ മേടിച്ച അയാൾ കള്ളൻ പറ്റിച്ചോ എന്നും പറഞ്ഞ് സുധീഷ് ഇങ്ങനെ പുറുപുറുക്കാണ്. അപ്പോൾ ഹരീഷും സുധീഷും മുഖത്തോട് മുഖം നോക്കിയാണ്, എടാ എല്ലാം കയ്യിൽ നിന്ന് പോയോടാന്ന്. അപ്പോഴേക്കും അയാൾ ചോദിച്ചു, ജോത്സ്യർ ചോദിച്ചു, അല്ല ഈ ജാതകം ഇപ്പം എങ്ങാനും എഴുതിച്ചാണോ? അതെ ഇപ്പം എഴുതിച്ചാണെന്ന് പറയും കേട്ടോ. അപ്പോൾ സുധീഷിന് ആകെ ഒരു അടിയായിപ്പോയി, എന്താ പറയുക, എന്താ ചെയ്യണേ? കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇനിയിപ്പോൾ എന്താ ചെയ്യണേ? അവരാണെങ്കിൽ ഈ ജാതകത്തിലൊക്കെ ഭയങ്കര ഒരു ഇതുള്ള ആൾക്കാരുമാണ്, ഇനി എന്തെങ്കിലും ചെയ്യാനോ പറയാനോ പറ്റുമോ? അങ്ങനെ അവർ നേരെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവരിങ്ങനെ മുഖത്തോട്ട് നോക്കിയിരിക്കുകയാണ്. എന്തായാലും പെണ്ണിൻ്റെ ചെറുക്കൻ്റെ ജാതകം ചേരില്ല. അപ്പോഴേക്കും നമ്മുടെ ഭാസ്കരൻ പറയും, അതെ ഇപ്പോഴൊക്കെ ഉള്ള എഴുതുന്ന ജാതകം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ജാതകങ്ങളൊക്കെ ഇരിക്കും, അതൊന്നും അത്ര ശരിയാവണമെന്നില്ല. പിന്നെ എൻ്റെ മോൻ സുഭാഷിൻ്റെ ജാതകം ഞാൻ പണ്ടേ എഴുതിയിരിക്കുന്നത് തന്നെയാണ്, അവൻ്റെ ജാതകം എൻ്റെ കയ്യിലുണ്ട്, ഞാൻ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭാസ്കരൻ ജാതകം എടുക്കാൻ പോവാണ്. അപ്പോൾ അവർ നിധിയും ഹരീഷും സുധീഷും നികേഷും ഒക്കെ അന്തം വിട്ട് ഇങ്ങനെ നോക്കിയാണ്. ഈ കാരണവരുടെ അടുത്തല്ലേ ഇന്നലെ അപ്പോൾ ജാതകം ഉണ്ടോ എന്ന് ഞങ്ങൾ ചോദിച്ചത്, അപ്പോൾ ഇങ്ങനെ ഇല്ലെന്നാണല്ലോ പറഞ്ഞത്. അങ്ങനെ ഭാസ്കരൻ വലിയ ആളായിട്ട് ആ ജാതകം എടുത്തുകൊണ്ട് വന്ന് ജോത്സ്യരെ കയ്യിൽ കൊടുങ്ങനെ, ദേ ഇതങ്ങോട്ട് നോക്കുക എന്നിങ്ങനെ പറഞ്ഞ്. അങ്ങനെ ജോത്സ്യർ ആ ജാതകം കവടി നിരത്തി നോക്കിയാണ്. അപ്പോൾ നമ്മുടെ സുധീഷ് പറഞ്ഞു, ഇവരൊന്ന് പോയി കഴിയട്ടെ, ഈ കാരണവരെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നും പറഞ്ഞ് പുറകുറുക്കാണ് കേട്ടോ. ആ സമയം ആ ജാതകം നോക്കിയ ശേഷം ആ ജോത്സ്യൻ അന്താളിച്ച് പോവാണ് കേട്ടോ. അയാൾ അന്തം വിട്ടു. അയാൾ പറഞ്ഞു, അതെ ഈ ജാതകക്കാരൻ്റെ ജാതകത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുതെന്ന് പറഞ്ഞു. ഇല്ല ജോത്സ്യരെ, എന്താ പറഞ്ഞോളൂ എന്ന് പറയും കേട്ടോ. അപ്പോൾ സുധീഷ് നിധി അവരൊക്കെ ഇങ്ങനെ അന്തം വിട്ടിരിക്കണം, എന്താണ് അതിന് കുഴപ്പം? അപ്പോഴാണ് ആ ജാതകത്തിൽ പറയണത്, ഈ ജാതകപ്രകാരമുള്ള ആളിന് ഒരിക്കലും പെണ്ണ് വാഴില്ല, ഈ ആൾ ഉള്ളിടത്തും വേറെ പെണ്ണുങ്ങൾ വാഴില്ല എന്ന്. ഇത് കേട്ടതും ഭാസ്കറിൻ്റെ നെഞ്ചിൽ ഇടി വെട്ടി കണക്കാവുകയാണ്. ഇനി അവൻ്റെ ജാതകം കാരണമാണോ എൻ്റെ ഭാര്യ വരെ പോയത് എന്നൊരു തോന്നൽ വരെയാണ് കേട്ടോ. അങ്ങനെ ഒടുവിൽ ഭാസ്കർ ഇങ്ങനെ സുഭാഷിൻ്റെ മൂത്ത് നോക്കണം കേട്ടോ. സുഭാഷ് ആണെങ്കിൽ ഇടി വെട്ടി നിൽക്കുകയാണ്. തൻ്റെ ജാതകത്തിന് അങ്ങനൊരു കുഴപ്പമോ? നിധിയും സുധീഷും ഒക്കെ മുഖത്തോട് മുഖം നോക്കിയാണ്. ഈ ജാതകപ്രകാരമുള്ള ആളിന് ഒരിക്കലും ഒരു സ്ത്രീ വാഴില്ല, ഈ കുടുംബത്തും വാഴില്ല, അത് അച്ചട്ടുള്ള കാര്യമാണ്. അങ്ങനെ അത് ഈ ജാതകക്കാരൻ്റെ ഒരു ഏറ്റവും വലിയൊരു ദോഷം തന്നെയാണെന്ന് പറഞ്ഞിട്ട് ആ ജോത്സ്യർ അയാളും ഭയങ്കര അതിശയത്തോടെയാണ് അത് മറ്റുള്ളവരുടെ അടുത്ത് പറയണം കേട്ടോ. അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് സുഭാഷിന് എന്ത് പറയണമെന്ന് അറിഞ്ഞൂടാ, ഇടി വെട്ടി ഒരു അവസ്ഥയായിപ്പോയി. സുഭാഷിൻ്റെ മനസ്സാകെ ഉടഞ്ഞു. എന്താ ഈ കേൾക്കണ, ഞാൻ കാരണം ഈ കുടുംബത്തിൽ ഇത്രയും നാൾ അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അതുകൊണ്ട് മാത്രമാണോ? സുഭാഷിന് വല്ലാത്ത മാനസിക
വിഷമം വരെയാണ്. വല്ലാത്തൊരു എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ മുന്നിൽ സുഭാഷിന് അങ്ങോട്ട് എന്തോ ചങ്ക് പൊട്ടും കണക്കുള്ളൊരു ബുദ്ധിമുട്ടായിപ്പോയി. സുഭാഷ് ആകെ മനസ്സിടറി അങ്ങ് നിൽക്കുകയാണ് കേട്ടോ. ആ സമയം എല്ലാവരും ഇങ്ങനെ അന്താളിക്കുകയാണ്. സുഭാഷിൻ്റെ ജാതകത്തിന് ഇങ്ങനൊരു കുഴപ്പമോ, സുഭാഷേട്ടൻ്റെ ജാതകത്തിന് അതുകൊണ്ടാണോ സുഭാഷിന് കല്യാണം വരാതിരുന്നത്? കാരണം ആ ജ്യോത്സ്യന് വന്നൊരു കള്ളം പറയേണ്ട കാര്യമില്ല. അപ്പോൾ അതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് നാളത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ആവുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം നാളത്തെ കാട്ടിത്തെ കിളിക്കൂടിൽ ഇനി എന്തൊക്കെയാണ് വരാനിരിക്കുന്ന മാറ്റങ്ങളെന്ന്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒന്ന് കേൾക്കുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ വെക്കുക. അപ്പോൾ നമ്മുടെ ഈ മൻസിൽ എന്ന ചാനൽ, സുമി മുഫാസ് മൻസിൽ എന്ന ചാനലിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് ഇവർ വിവാഹിതരാകുന്ന പരമ്പര അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാട്ടിത്തെ കിളികൂടി ഞാൻ ഇപ്പോൾ തന്നെ ഇടണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.